നമ്മുടെ ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു, ഇപ്പോൾ സംസ്ഥാന സമിതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം അവർ വിലയിരുത്തുന്നത് ഈ BJP കേന്ദ്രങ്ങളിലെ, അതായത് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും BJP വല്ലാതെ കടന്നു കയറിയിരിക്കുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, BJP-യുടെ വളർച്ച നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, BJP പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വളരെ ശക്തമായി കടന്നു കയറിയിട്ട് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ CPM-ന്റെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത അതേ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ സംസ്ഥാന സമിതിയിൽ ഒന്നുകൂടെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമിതിയായ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമ്പോൾ കുറേ കാലമായിട്ട് ഈ നേതാക്കളെക്കുറിച്ചും ഈ പാർട്ടിയെക്കുറിച്ചും പുറത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ സോഷ്യൽ മീഡിയകൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം സത്യമാണെന്നാണ്. അത് അവർക്ക് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ജനങ്ങളെ മറന്നിരിക്കുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകാർ അടിത്തട്ടിൽ, ജനങ്ങളുടെ അടിത്തട്ടിൽ തൊട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരങ്ങനെയല്ല, അവർ മാറിയിരിക്കുന്നു. പിന്നെ പാവങ്ങളുടെ പടത്തലവനല്ല, പണക്കാരുടെ പടത്തലവനായിട്ട് പിണറായി വിജയനും സംഘവും മാറിയിരിക്കുന്നു എന്നുള്ളൊരു പ്രചരണം പലപ്പോഴും നടത്തിയിട്ടുണ്ട്. അത് ശരിയാക്കുന്നതല്ലേ? നമ്മൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന ഇവരുടെ സ്വയം വിലയിരുത്തൽ അല്ല, തീർച്ചയായില്ല. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ ഈ ഇടതുപക്ഷത്തോട് നല്ല സ്നേഹമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. സ്നേഹം കൊണ്ടാണോ അതല്ല എന്ന് പറയുന്നത്? അല്ല, അതുകൊണ്ടല്ല ഞാൻ അങ്ങോട്ടേ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഓപ്പണായി സപ്പോർട്ട് ചെയ്യാത്തത്. അതുകൊണ്ടാണ്. കാരണം ഭരണത്തിലിരിക്കുമ്പോൾ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഭരണത്തിലിരിക്കുമ്പോൾ അവർ സിസ്റ്റം നടത്തിക്കൊണ്ടിരിക്കും, പിന്നെ സഹായിക്കാൻ പുതിയ പുതിയ ആളുകൾ വരും. ആ പുതിയ പുതിയ അവതാരങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ പോയി വേറൊരു അവതാരങ്ങൾ കൂടി വരും. അപ്പോൾ അതിൻ്റെ കൂടെ അപ്പം ഒന്നും അല്ലാതാകുമ്പോൾ ഇവന്മാരൊക്കെ വിട്ടുപോകും. അടുത്ത വണ്ടിക്ക് അടുത്ത കപ്പലിന് ഇവന്മാർക്ക് ഇത് പോകും. ആ സമയം നമ്മളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പം എന്നെപ്പോലുള്ള ആളുകൾ ഒരു എന്നെപ്പോലെ ആളുകൾ എന്നാണ് തോന്നുന്നത്. ഞാൻ പറയാം 2014 തൊട്ട് തന്നെ ഞാനന്ന് ഇപ്പോൾ റിസർച്ചൊക്കെ നടക്കുന്ന സമയത്ത് കൂടുതൽ ലീഡർഷിപ്പായിട്ട് കുറച്ച് നല്ല ബന്ധമുള്ള, കണ്ണൂർ ലീഡർഷിപ്പ്, പിണറായിന്നൊന്നും എനിക്കറിയില്ല, കൊടിയേരിയായിട്ട് നേരിട്ട് പഠിച്ചിട്ടില്ല, പക്ഷേ ബാക്കി പല ആളുകളായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അന്നേ അവരെ ശ്രദ്ധപ്പെടുത്തുക. P. ജയരാജേട്ടനൊക്കെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. ജയരാജേട്ടൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്തില്ല, എനിക്കറിയാം. അവനോട് ചോദിക്കുകയും ചെയ്തു, ഇത്തരം കാര്യം നമ്മൾ കൗണ്ടർ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ അത് പിന്നെ ഞാൻ വന്നത് ഇപ്പം എന്നെ കണ്ട് നന്നായി ജയരാജേട്ടനല്ലേ അറിയാമോ. ജയരാജേട്ടൻ ഇത്തരം കേൾക്കും, നല്ല ലിസണറാണ് ജയരാജേട്ടൻ. അപ്പോൾ അങ്ങനെയാണ് എനിക്കൊന്ന് മൂപ്പരവിടെ ഗണപതി ഈ പറയുന്ന നാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട സെമിനാറുകൾ കുറച്ചും കൂടി ഇന്ത്യൻ സംസ്കാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് അദ്ദേഹം കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് ഭയങ്കര വിമർശനം ഉണ്ടായിരുന്നെങ്കിൽ പോലും പാർട്ടി അദ്ദേഹത്തിന് കൂടെ തന്നെ വന്നത്. അതിനകത്ത് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല പാർട്ടി. അന്ന് വേറെ ചില ആളുകൾക്കായിരുന്നു ഭയങ്കര പ്രശ്നം. പാർട്ടി അത് മൈൻഡ് ചെയ്ത് ജയരാജേട്ടനും പാർട്ടി തമ്മിൽ ഒരു പ്രശ്നം വരുന്നത് ആ വ്യക്തി പൂജയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായിട്ട്, അത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നില്ല. അതുപോലെ കൊടിയേരി എന്നോട് ഒരിക്കൽ ഇപ്പം ഞാൻ പറഞ്ഞത് ഞാൻ വലിയ സംഭവമായിട്ടല്ല. അപ്പം കൊടിയേരി മരിക്കുന്ന ഇടയ്ക്കാതെ എനിക്ക് 1-2 തവണ കൊടിയേരിയെ കണ്ടിരുന്നു. ഉണ്ടപ്പോൾ ഞങ്ങൾ ഇതിനൊക്കെ ഡിസ്കസ് ചെയ്തു. അദ്ദേഹവും ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്ന ഒരുക്കെ ചോദിക്കുന്ന കാര്യം ജയരാജേട്ടൻ ചോദിച്ചത്, ഈ കേരളം എന്ന തുരുത്ത് മാത്രം എങ്ങനെയാണ് BJP നമുക്ക് മാറ്റി നിർത്താൻ പറ്റുക? അതിൻ്റെ സ്വാധീനം ഉണ്ടാവുമല്ലോ ഇവിടെ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കുമല്ലോ ഈ കാണുന്നത്. ദേശീയ തലത്തിൽ BJP ശക്തമായി നിൽക്കുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കുമല്ലോ ഇവിടെ. അപ്പോൾ നമ്മളതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളൊക്കെ അന്ന് ചർച്ച ചെയ്തതാണ്. അപ്പം ഞാൻ എന്ന് വെച്ചാൽ ഇവരുടെ കൂട്ടത്തിൽ അങ്ങനെ നമ്മൾ ബുദ്ധിജീവി എന്നല്ലല്ലോ, ഇവരുടെ കൂട്ടത്തിൽ വലിയ ബുദ്ധിജീവികളുണ്ട്. ഇവരൊക്കെ നമ്മളെക്കാട്ട് ഇത്തരം കാര്യങ്ങളായത്ത് പഠിക്കുന്ന ആളുകളാണ്. AK സെൻറ്ററിലാണെങ്കിലും EMS പഠനകേന്ദ്രത്തിലാണും അവിടെ ഒരു വിങ് തന്നെ ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊക്കെ ഇത് അവിടെ ഫീഡ് ചെയ്യുന്നുണ്ടോ? അങ്ങോട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയൊരു ബോധം പാർട്ടിക്കുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടായിട്ട് പിന്നെ പാർട്ടി എവിടെയാണ് പാർട്ടി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്തിരി പെട്ടെന്ന് ഇത് ഒരു ഇലക്ട്രോണായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് പാർട്ടി വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ തന്നെ ഇവരോട് പറഞ്ഞിട്ട് ഇപ്പം ഈ നല്ല മുസ്ലിങ്ങളും, അതായത് ഇടതുപക്ഷ ബോധമുള്ള, അതായത് ദൈവത്തെ ഉപേക്ഷിക്കാൻ വേണ്ട, ഇടതുപക്ഷ ബോധമുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പാർട്ടിയിലേക്ക് വരണം. അത് നല്ലതാണ്. അങ്ങനെ വരുന്നതുകൊണ്ട് ഈ പാർട്ടിക്കാരായ ഈഴവർക്കോ ആയമാർക്കോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ അതേസമയം തന്നെ ഈ മോഡി പേടി കൊണ്ട് ഇറയത്ത് കയറി നിൽക്കാൻ വരുന്നവരെ പിടിച്ച് ആളാക്കരുതെന്ന് പറയാം. അത് വളരെ പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഓരോ ലോക്കൽ ഏരിയ സെക്രട്ടറിമാരൊക്കെ ആയിട്ടാണല്ലോ ഇവരൊക്കെ വരിക, ബ്രാഞ്ച് സെക്രട്ടറിമാർ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്കൊരു അകൽച്ച വരാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് ഇപ്പം ആരിഫ് വരുന്നതിനോടോ റിയാസ് വരുന്നതിനോടോ പാർട്ടി പുറത്തുള്ളവർക്കായിരിക്കും പ്രശ്നം. ഇത് കാരണം അവരൊക്കെ എങ്ങനെ വന്നവർക്ക് അറിയാം, പാർട്ടിക്കാരായി വന്നതാണ്. ഇങ്ങനെയുള്ള കുറേ എണ്ണം ഇടക്കാലത്ത് പല മേഖലയിലും അവർ കയ്യിൽ പൈസ ഉണ്ട്,
ഒരു ഇലക്ഷൻ്റെ സമയത്ത് ഇവർ പ്രചാരണമൊക്കെ ഇവരങ്ങ് ഏറ്റെടുക്കും. മനസ്സിലായി? അപ്പോൾ പാവം ഈ ബീഡി തൊഴിലാളികൾ എന്താ ഈ ബക്കറ്റുമായിട്ട് നമ്മളെന്താ പറയുക, പിരിവ് ബക്കറ്റ് കളക്ഷന് വേണ്ടി ഇറങ്ങേണ്ട ആവശ്യമില്ല. അതൊരു ശീലമായിട്ട് അങ്ങ് മാറി. അപ്പോൾ ഇവരിതൊക്കെ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇവർക്കെതിരെ ഒരു അടുത്ത പാർട്ടി മെമ്പർഷിപ്പിൽ ഇപ്പം പണ്ടത്തെ പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല മെമ്പർഷിപ്പ് ഇട്ടേ. പണ്ടൊക്കെ എൻ്റെ നാട്ടിൽ പള്ളിയിൽ പോകുന്നതുകൊണ്ട് മാത്രം ഒരാൾ മെമ്പർഷിപ്പ് കൊടുക്കാതെ ഇരുന്നിട്ടുണ്ട്. ഇപ്പം ഒന്നുമില്ല. അതൊക്കെ ഒരു കടുംപിടുത്തായിരുന്ന അഭിപ്രായം അന്നും എനിക്ക് ഇന്നും. പക്ഷേ ഇവരൊക്കെ ഒരു കമ്മിറ്റി കൂടി അത് ബ്രാഞ്ച് സെക്രട്ടറി ആരാണെന്നൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവർക്കെതിരെ ഒരു ശബ്ദം വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവരത് റിസീവ് ചെയ്ത് കഴിഞ്ഞു, ഇവർ ഫേവേഴ്സ് റിസീവ്ഡ്. അന്നപ്പോ വെച്ചാൽ ഈ ഫേവർ റിസീവ് ചെയ്ത ആൾക്ക് വെച്ച് ബാക്കി എല്ലാവർക്കും ഇതിന് എതിർപ്പുണ്ടാവും. പക്ഷെ അവർക്ക് മിണ്ടാൻ പറ്റില്ല. അപ്പം ഈ പാർട്ടി തീരുമാനം എടുത്താൽ പിന്നെ ഒന്നെങ്കിലും അംഗീകരിക്കല്ല, പുറത്തു പോകല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മളൊക്കെ അന്ന് ശ്രദ്ധപ്പെടുത്തി ഇതിന് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ പാർട്ടി വിചാരിച്ചെന്ന് വെച്ചാൽ കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭ ഇലക്ഷനൊക്കെ തന്നെ പോസിറ്റീവ് വോട്ട് ചെയ്ത ആളുകൾ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിന് വോട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ മാത്രമല്ല BJPയുടെ വോട്ട് കുത്തനെ താഴോട്ടും പോയി, വോട്ട് ഷെയർ 2014 വെച്ച്. അപ്പോൾ ഇതിങ്ങനെ തന്നെ നിൽക്കും കുറച്ച് കാലമെങ്കിലും ഒന്നുള്ള ധാരണ ആയിരിക്കും പാർട്ടിക്കുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് കോൺഗ്രസ് റിവൈവ് ചെയ്ത് വരും സെൻട്രലിൽ. എല്ലാ കാലത്തും ഇങ്ങനെ ഒരു രാഷ്ട്രീയ ശക്തി മാത്രം വളരില്ലല്ലോ. ഒരു 10-20 വർഷത്തെ ആയുസേ ഇപ്പോഴുള്ള വളർച്ചയ്ക്ക്. പിന്നെ ജനങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങ് മടുക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അത് അവർക്ക് സ്വയം അല്ല പറഞ്ഞു. അപ്പം അങ്ങനെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരെ അങ്ങനെയാണ് അവർ വിചാരിച്ചിരുന്നത്. അതായത് ഇപ്പം തന്നെ ഗവൺമെൻറ് അതിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ട് പണ്ടത്തെ പോലെ ഫണ്ട് ചെലവാക്കാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും നിയമസഭ ഇലക്ഷനൊക്കെ ആവുന്ന സമയത്ത് കുറച്ചൊരു കാര്യങ്ങളൊക്കെ ഒന്ന് റിലാക്സ്ഡായി ചെയ്യാം, അതായത് കാര്യങ്ങളൊക്കെ ശരിയായി വരും. മാത്രമല്ല പാർട്ടിക്ക് സംഘടന സംവിധാനമാണ്. ഇപ്പോൾ ലോക്സഭ എന്ന ഒരു ഹ്യൂജ് ഏരിയയാണ്. നിയമസഭ ഏരിയ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ സ്ഥാനാർത്ഥികൾ ഇവർ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും. പഞ്ചായത്തിലെ കുറച്ചുകൂടി ശക്തമാണ്. ആ പഞ്ചായത്ത് ഇലക്ഷനിൽ ശക്തമായി മേൽക്കൈ നേടിക്കഴിഞ്ഞാൽ നിയമസഭ ഇലക്ഷൻ പ്രശ്നമില്ല എന്ന രീതിയിലാണ് പാർട്ടി പോകുന്നത്. പക്ഷേ ഈ 19 സീറ്റിലെ പരാജയം അത് പാർട്ടിക്ക് ഒരു പുതിയ ഒരു അനുഭവമാണ്. അതും പോട്ടെ, ഈ 19 സീറ്റ് പരാജയത്തിലുപരിയാണ് മലബാറിലെ പാർട്ടിയുടെ ഉറച്ച സീറ്റുകൾ, അതായത് കാസർഗോഡ് തൊട്ടിട്ട് കോഴിക്കോട് വരെയുള്ള സീറ്റുകൾ, പിന്നെ പാലക്കാടും. ഈ സീറ്റുകളിലെ പാർട്ടിയുടെ പിന്നെ കോഴിക്കോട് വയനാട് മലപ്പുറം ഒഴിച്ചിട്ടുള്ള സീറ്റുകൾ, പൊന്നാനി വന്ന ഹ്യൂജ് മെജോറിറ്റി. ഇവിടെയുള്ള പാർട്ടികളുടെ പരാജയം ഈ ഏത് സ്ഥാനാർത്ഥികളുടെ ഹ്യൂജ് മെജോറിറ്റി. ഇപ്പോൾ രാഘവേട്ടന് 1,50,000 വോട്ട്. കോഴിക്കോട് ഈ പാർട്ടിയില്ല. രാഘവേട്ടൻ അതിന് 5 പൈസയില്ല. രാഘവേട്ടൻ അവിടെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തില്ല. ഇതിൽ കൂടുതൽ രാഘവേട്ടൻ എന്താ ചെയ്യാൻ പറ്റും? കരീമാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ബന്ധങ്ങളുള്ള ഒരാളാണ്. കരീംക്കാർക്ക് ബന്ധങ്ങളുള്ള ആളാണ്. ക്യാഷ് ഉണ്ടാവും സ്വാഭാവിക. പാർട്ടിയുടെ കൈ കാശുണ്ട്, ജില്ലാ കമ്മിറ്റിയുടെ കൈ നല്ല കാശുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ല ഇംഗ്ലീഷാണ് കരീംക്കാർക്ക്, നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. ശരിക്കും ബിട്ടാസൊക്കെ കരീംക്കാരനെ കണ്ടായിരിക്കും പഠിച്ചത്, കാരണം കരീംക്കാർ നല്ല ഇംഗ്ലീഷാണ്. അപ്പം സ്വാഭാവികമായിട്ട് കരീംക്കാർ ജയിക്കേണ്ടതാണ് അവിടെ. പക്ഷേ തോറ്റത് അതിഭീകരമായ രീതിയിലാണ്. ഇത് 14 വോട്ടിന് തോറ്റാൻ പ്രശ്നമില്ല. 1,50,000 വോട്ടിന് തോൽക്കാൻ തുടങ്ങി പാർട്ടിയിലെ ഉറച്ച വോട്ടുകൾ ഷിഫ്റ്റ് സംഭവിച്ചു. ഇതാണ് ഇത് ഒരു പുതിയ അനുഭവം. ഇങ്ങനെ അനുഭവം മുമ്പ് ഉണ്ടായിട്ടില്ല. മുമ്പ് ഒരു വേവിന് അതിനാണ് ശബരിമലയൊക്കെ ഇതാണ്, അങ്ങനെ ഒരു വേവും ഇല്ല. ആകപ്പാടെ ആന്റി ഗവൺമെന്റ് എതിരെ ഒരു ഫീലിംഗ് അത് ഒരു വശം ഉണ്ടാവും. അതുണ്ടെങ്കിൽ ഇപ്പോൾ 50,000 വോട്ടിനൊക്കെ ആകവട്ടം ജയിച്ചാൽ മതി. ഇതല്ല, 1,50,000 വോട്ടിൻ്റെ ആകവട്ടം അവിടെ ജയിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ അന്നേ പറഞ്ഞു, നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ അവലോകനത്തിൽ പാർട്ടി ലീഡർഷിപ്പും പാർട്ടി അനുയായികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ എവിടെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അത് ഒരുപാട് പറ്റിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഞാൻ ഒന്നും കൂടി പറയുന്നത്, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ കുറച്ച് പണം മുടക്കാൻ തയ്യാറായ ആൾക്കാരും തിരഞ്ഞെടുപ്പിൽ രംഗത്ത് വരികയും അവരിങ്ങനെ ഇതിനകത്ത് കയറുകയും അവർക്കെതിരെ ഒരു സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ പാർട്ടി നേതാക്കൾക്കും അണികൾക്കും ഉണ്ടാകുകയും ചെയ്തത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് സ്വയം പരിശോധിക്കാൻ കഴിയുന്നത്, എങ്ങനെ പരിശോധിക്കാൻ കഴിയും? കാരണം നമ്മൾ ഏറ്റവും പ്രധാനം, ഞാൻ നേരത്തെ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡീപ്പ് റൂട്ട്, അതായത് ജനങ്ങളുടെ ഡീപ്പ്, അതായത് ഗ്രാസ് റൂട്ടിൽ എത്താൻ പറ്റുന്നവരായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. ജനങ്ങളുടെ മനസ്സിൻ്റെ ഗ്രാസ് റൂട്ട് മനസ്സിലാക്കുന്നവരായിരുന്നു. ഇപ്പോഴത്തെ നേതാക്കൾ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പണാധിപത്യം ഉള്ള നേതാക്കന്മാരും ആൾക്കാരും ഒക്കെ ജനപ്രതിനിധികളായിട്ട് വരികയും PV അൻവറെ പോലുള്ളവർ വളരെ മോശമായ ചില പ്രയോഗങ്ങൾ ഒരു രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പോലും അതിനെ എതിർക്കാൻ കഴിയാതെ, അതിന് താക്കീത് കൊടുക്കാൻ കഴിയാതെ നിസ്സഹായം നിൽക്കുന്ന ഒരു പാർട്ടി നേതൃത്വം നിൽക്കുമ്പോൾ ഇവർക്ക് ഇനി സെക്രട്ടേറിയറ്റ് കൂടിയാലും അല്ലെങ്കിൽ PB കൂടിയാലും എൻ്റെ ഒരു വിലയിരുത്തലിൽ ഞാനത് കാണുന്നു. ഞാൻ ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. പക്ഷേ കഴിയില്ല. കാരണം
തിരുത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. അത്രമാത്രം ഈ പറയുന്ന ഈ ദുഷിപ്പുകൾ പാർട്ടിക്കകത്ത് വളരെ മുകളിലോട്ട് കയറി കഴിഞ്ഞു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. താങ്കളത് എങ്ങനെ വിലയിരുത്തുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ചർച്ചകളൊക്കെ, ഈ വിലയിരുത്തൽ ചർച്ചകളൊക്കെ തിരുത്തൽ ചർച്ചകളായിട്ട് മാത്രം നിൽക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, പാർട്ടി പല ഘട്ടങ്ങളിലും അത് ചില കാര്യങ്ങളൊന്നും തിരുത്താൻ പറ്റില്ല, ചില കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് മലപ്പുറം സമ്മേളനത്തിനാണ് പാർട്ടി നമ്മൾ പുരോഗമന സ്വഭാവമുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുടെ ഇടയിൽ, അത് എന്നെയൊക്കെ പോലുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല, കൺസർവേറ്റീവ് ആയിട്ടുള്ള മുസ്ലിംസിനും ക്രിസ്ത്യാനികളുടെ ഇടയിൽ കൂടി സ്വാധീനം ഉറപ്പിക്കേണ്ടതുണ്ട്. അതിന് അവരെയും കൂടി ആകർഷിക്കേണ്ടതുണ്ടെന്ന് നിലപാടെടുത്ത് ആ നിലപാടിൻ്റെ ഗുണമാണ് ഇപ്പം കണ്ടിട്ടുള്ള മാറ്റം. മനസ്സിലായേ? സോഷ്യൽ മീഡിയയിൽ പാർട്ടി വളരെ പിന്നിലാണ്, അവിടെ ശക്തമായി ഇടപെടണം എന്ന് പാർട്ടി നിലപാടെടുക്കേണ്ടത്. അതവർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ യുവാക്കളുടെയും സ്ത്രീകളുടെ ഇടയിലും കൂടുതൽ പോകേണ്ടത് ആവശ്യമുണ്ട്. കൂടുതൽ യുവാക്കൾക്കും സ്ത്രീകൾ സീറ്റ് കൊടുക്കുന്നു. നമ്മുടെ തിരുവനന്തപുരം മേയർ ഒരു BA സെക്കൻഡ് ഇയർ പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു. അതൊക്കെ അവർ നടപ്പിലാക്കിയിട്ടുണ്ട്, അത് സക്സസ്ഫുള്ളായി ചെയ്തിട്ടുണ്ട്. അതൊക്കെ സക്സസ്ഫുള്ളായി ചെയ്ത് ഈ പാർട്ടി ഇപ്പോഴും ഈ പാർട്ടിയുടെ സംവിധാനം എന്ന് വെച്ചാൽ അത് സംവിധാനം ഉടഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും ഈ പാർട്ടിയുടെ അതിശക്തമായിട്ടുള്ള പാർട്ടിയുടെ 70കളിലും 80കളിലും യുവാക്കളായിരുന്ന ആളുകൾ തന്നെയാണ് സീനിയറായിട്ടുള്ളത് പല തലങ്ങളിലും. ഇവരൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ കമ്മിറ്റികൾ അത്ര സജീവമായിരിക്കില്ല. ഇപ്പൊ എങ്ങനെ തിരിച്ചടിക്കാൻ ഈ പാർട്ടി നശിച്ചു കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല, പാർട്ടിക്കാർ ആഗ്രഹിക്കുന്നില്ല. അതിൽ നുഴഞ്ഞു കയറിയ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോ പക്ഷേ ഈ പാർട്ടി ഇങ്ങനെ തന്നെ പാർട്ടി ശക്തമായി നിലനിൽക്കണം എന്ന് വിചാരിക്കുന്ന ആൾ തന്നെയാണ് പിണറായി ആണെങ്കിലും രാജീവാണ്, ഇവരൊക്കെ തന്നെ. ഈ ഇലക്ഷൻ അവർക്കൊക്കെ ഒരു വലിയ തിരിച്ചടിവാണ്. ആ അമ്പരപ്പരുടെയൊക്കെ മുഖത്ത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവരെ തിരിച്ചറിയും. ഈ പറയുന്ന നിശബ്ദരാക്കപ്പെട്ട ഒരു ലീഡർഷിപ്പ് ഉണ്ട് താഴെത്തട്ടിൽ, അവരെ തിരിച്ചു കൊണ്ടുവരാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തെ പാർട്ടി പോയാൽ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിവന്മാരെടുത്ത് കളയാനൊന്നും പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നില്ല. പക്ഷെ അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെ നിൽക്കാം. എന്തായാലും നിസ്സംഗ ഒരു അവസ്ഥ ഒരു കുറേ നേതാക്കൾക്കുണ്ട്. ആ നിസ്സംഗാവസ്ഥയും കൂടെ മാറി. എസ്പെഷ്യലി കുറച്ച് സീനിയർ ആയിട്ടുള്ള ലോക്കലായിട്ട് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന സാഹക്കാണ് ഈ പ്രശ്നം കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്യുലർ ആയിട്ടുള്ള നാഷണൽ മുസ്ലിംസ് എന്ന് പറയുന്ന വിഭാഗത്തിനും സെക്യുലർ ആയിട്ടുള്ള ക്രിസ്ത്യൻസിനും ഈ പ്രശ്നമുണ്ട്. അവരായിരുന്നു പാർട്ടിയുടെ ഒരു ചട്ടക്കൂട്. അവരിപ്പോൾ അനാഥരായിപ്പെട്ട അവസ്ഥയുണ്ട്. പക്ഷെ അവർക്ക് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെ അവര് BJP കാഞ്ചു. പാർട്ടി ചർച്ചകൾ നടക്കട്ടെ, തിരുത്തൽ നേതാക്കൾ നടന്നോട്ടെ.